കിഴക്കമ്പലം ജംഗൽ പാർക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിൽ ദുരൂഹത. ജനങ്ങൾ കൂടുന്ന സംരംഭങ്ങൾ ലൈസൻസ് വേണമെന്ന നിയമം പഞ്ചായത്ത് സെക്രട്ടറി മറച്ചുവെച്ചു. പാർക്കിന് ലൈസൻസ് ആവശ്യമില്ലെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിവരാവകാശ മറുപടിയും വസ്തുതകൾ മറച്ചുവെക്കാൻ. ലൈസൻസിന് അപേക്ഷിക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് ഉടമ വരുത്തിയത്. എം കെ ഷുക്കൂറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷുക്കൂർ, ഇപ്പോൾ ഈ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണല്ലോ പുറത്തുവരുന്നത്. കിഴക്കമ്പലത്തെ ജംഗിൾ പാർക്കിൽ 5 വയസ്സുകാരൻ ചതുപ്പിൽ വീണു മരിച്ചതിനെ തുടർന്നാണ് ഈ പാർക്കിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച ഒരു ചർച്ച നടക്കുന്നത്. എന്നാൽ ഈ പാർക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് പിന്നീട് വ്യക്തമായി. എന്തുകൊണ്ടാണ് ലൈസൻസ് എടുക്കാത്തതെന്ന ചോദ്യത്തിന് പഞ്ചായത്തിന് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ ഈ പാർക്കിന് ലൈസൻസ് ആവശ്യമില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു എന്നുള്ളതായിരുന്നു പാർക്ക് ഉടമയുടെ മറുപടി. എന്നാൽ ഇത് സംബന്ധിച്ച് പുറത്തു വന്ന വിവരാവകാശ രേഖകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഈ വിവരാവകാശ രേഖകൾ പ്രകാരം അതായത് പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും കുട്ടികൾക്ക് കളികളിൽ ഏർപ്പെടുന്നതിനും സ്ഥലം ഒരുക്കുകയും അവിടെ യന്ത്രവൽകൃതമല്ലാത്ത വ്യായാമ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു ലൈസൻസ് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉടമ കിഴക്കമ്പലം പഞ്ചായത്ത് സെക്രട്ടറിയോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചത്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം തന്നെ നൽകിയ മറുപടിയിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ചട്ടം 3 പ്രകാരം തുറസായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്ക് ലൈസൻസ് ആവശ്യമില്ല എന്നൊരു മറുപടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇതൊരു ഗുരുതരമായ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. കാരണം പഞ്ചായത്ത് രാജ് ആക്ടിൽ ചട്ടം 3 എന്നൊരു വകുപ്പ് പ്രകാരം ഇത് സംബന്ധിച്ച ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഗ്രാമസഭകൾ സംബന്ധിച്ചാണ് ചട്ടം 3 പറയുന്നത്. അത്തരമൊരു ചട്ടത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഇത്തരമൊരു സംരംഭത്തിന് നിയമപരമായ ലൈസൻസ് ആവശ്യമില്ല എന്നുള്ള കിഴക്കമ്പലം സെക്രട്ടറിയുടെ മറുപടി നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത്തരമൊരു സംരംഭത്തിന് അവർ മാനദണ്ഡമാക്കേണ്ടത് കേരള അതായത് പൊതുനിരത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സംവിധാനത്തിനും ഒരു ലൈസൻസ് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരു മൈതാനത്തോ അല്ലെങ്കിൽ നടത്തുന്ന ഒരു സർക്കസ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് വ്യത്യസ്തമായ ഒരു ലൈസൻസ് വേറെ തന്നെ എടുക്കേണ്ടതുണ്ട്. ആ ലൈസൻസ് ഈ പദ്ധതിക്കും ബാധകമായിരുന്നു. എന്നാൽ അത്തരം ഒരു മറുപടി നൽകേണ്ടതിന് പകരം ഈ ലൈസൻസേ ആവശ്യമില്ല എന്നൊരു മറുപടി, നിയമവിരുദ്ധമായൊരു മറുപടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് ഗുരുതരമായ ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.